ഇന്നത്തെ എൻ്റെ ഫുഡിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഗോതമ്പ് ദോശയും പിന്നെ പരിപ്പ് കറിയാട്ടോ. പരിപ്പ് കറി തീരണ്ടേ, അപ്പോൾ അതിൻ്റെ കൂടെ ഗോതമ്പ് ദോശ ഉണ്ടാക്കിട്ടോ. പിന്നെ ചോറ് അടുപ്പത്താണ്, അതിന്ന് റൈസ് കുക്കറിൽ ഇറക്കി വെക്കണം. പിന്നെന്താ വിശേഷം? ഇന്ന് ലൈവ് രാവിലെ ഇടാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ വീഡിയോ ആയിട്ട് ഇടുക കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പം രാവിലത്തെ പരിപാടി ഇത്ര ഉള്ളൂ കേട്ടോ. ഇനി ഇറച്ചി കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പം ഇറച്ചി കൊണ്ടുവയ്ക്കുന്നു. പക്ഷെ ഇതാട്ടോ, അപ്പം ചപ്പാത്തി പോലെ വന്നിട്ടുണ്ട്. ഇച്ചിരി തേങ്ങയ്ക്ക് ഇട്ടിട്ടോ. അപ്പം അമ്മയ്ക്ക് ചിലപ്പം കറി വേണ്ട, അപ്പം തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ അമ്മയ്ക്ക് തിന്നാൻ പറ്റും. അപ്പം അങ്ങനെയാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഗൈസ്, ചോറ് തിളച്ചു. ഗോതമ്പ് ദോശ ചപ്പാത്തി പോലെ ഇങ്ങനെ ഉണക്കി എടുത്തിട്ടാ. ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞങ്ങളുടെ ഇറച്ചി വെക്കുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടാലോ? വായോ. അപ്പോൾ രാവിലെ ചേട്ടൻ പോയിട്ട് ഇറച്ചി വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അമ്മ, ഞാൻ പള്ളിയിൽ പോയി വരുമ്പോഴത്തേനും അമ്മ ഇറച്ചിയൊക്കെ നുറുക്കി വേവിച്ചൊക്കെ വെച്ചു കേട്ടോ. പിന്നെ വേവിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചൂടാക്കി ഇടും കേട്ടോ. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ തിരുമ്മി ഉപ്പും മുളകൊക്കെ ഇട്ട് തിരുമ്മി ഇങ്ങനെ വേവിച്ച് അങ്ങനെ വെക്കും കേട്ടോ. ചിലരിങ്ങനെ സബോളയിൽ ഇട്ട് മുളക് പൊടി ഇട്ട് വഴട്ടുമല്ലോ. അപ്പം ഞങ്ങൾ ഇറച്ചിയിലിട്ട് മുളക് പൊടി ഇട്ട് ചൂടാക്കിയിട്ട് അത് വേവിച്ചിടും കേട്ടോ. അത് കഴിഞ്ഞ് സബോള നന്നായിട്ട് ബ്രൗൺ കളറിൽ വാടി കഴിയുമ്പോൾ നമുക്ക് ഇറച്ചി ഇങ്ങനെ ഇട്ട് വരട്ടിയെടുക്കാം. പിന്നെ അതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഉള്ള കാരണം പിന്നെ നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ഇട്ടില്ല കേട്ടോ. ഇത് സബോളയിലും കുറച്ചും കൂടി ഇട്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ എരിവ് കൂടുമെന്ന് ഓർത്തിട്ട് ഞാൻ ഇട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം ഇറച്ചി ആണ് സ്പെഷ്യൽ കേട്ടോ. വേറെ കറിയൊന്നും വെച്ചില്ല, പരിപ്പ് കറിയൊക്കെ ഇരിക്കുന്നുണ്ട്, പിന്നെ അത് എടുത്തില്ല കേട്ടോ. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യുക. പിന്നെ എൻ്റെ ഷോർട്സൊക്കെ 3 കണ്ടിട്ട് കമൻ്റ് ഇടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, സൺഡേ സ്പെഷ്യൽ. അപ്പം നന്നായിട്ട് സബോള വഴണ്ട് കഴിയുമ്പോൾ നമ്മൾ ഈ ഇറച്ചി വേവിച്ചത് ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ, അപ്പം നല്ല കറുത്ത കളറായിരിക്കും. നല്ല നമ്മുടെ കടയിലൊക്കെ കിട്ടണ പോലെ ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ വെള്ളം അങ്ങനെ വറ്റിച്ചിട്ടില്ല, അതുകൊണ്ടായിരിക്കും ഫ്രൈ ആവാത്ത കേട്ടോ. പിന്നെ അമ്മ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗരം മസാല പൊടിയൊക്കെ എല്ലാ കൂട്ടും എടുത്തിട്ട് വറുത്ത് പൊടിക്കല്ല അരച്ചിട്ട് ഒഴിക്കും കേട്ടോ. അപ്പം നമ്മൾ കടയിൽ നിന്ന് നമ്മൾ ഗരം മസാല പൊടി ഇടണമല്ല, അതല്ല, നമ്മൾ സ്വയം പൊടിച്ചിടുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സ്പെഷ്യൽ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, സീ യു
ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. അപ്പോൾ ഇന്ന് ഞാൻ ലൈവ് ഇട്ടില്ല കേട്ടോ. അപ്പോൾ ലൈവ് ഇടാന്ന് ഇവിടെ തൊട്ടടുത്ത് ഇവിടെ ഓഡിറ്റോറിയം ഒക്കെ ഉള്ള കാരണം ഭയങ്കര ഒച്ചപ്പാടും ബഹളാട്ടോ. അപ്പോൾ ലൈവ് ഇട്ടാൽ ശരിയാവില്ലെന്ന് ഓർത്തു. അതുകൊണ്ട് ഇന്ന് ലൈവ് ഇട്ടില്ല കേട്ടോ. അപ്പോൾ സൺഡേ ആകുമ്പോൾ ഭയങ്കര തിരക്കല്ലേ, എല്ലാവർക്കും തിരക്കാണല്ലേ. പള്ളിയിൽ പോണവർ പള്ളിയിൽ പോകണം, യാത്ര പോണവർ യാത്ര പോവും. അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെയാണ് അല്ലേ ഗൈസ്. അപ്പോൾ ഓക്കെ ബൈ ബൈ ടാറ്റാ, സി യു.